മപ്രം ചീക്കപ്പള്ളി റോഡ് വെള്ളക്കെട്ടിനാൽ പൊറുതിമുട്ടി നാട്ടുകാർ. എടവണ്ണപ്പാറ മഴക്കാലം വരുമ്പോൾ ചീക്കപ്പള്ളിക്കാരുടെ മനസ്സിൽ ആദി നിറയുകയാണ്. ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം മപ്രം മുട്ടിങ്ങൽ ചീക്കപ്പള്ളി റോഡിൽ കെട്ടി നിന്ന് ഒഴുകിപ്പോകാനാവാത്തതിൽ നാട്ടുകാർ പ്രയാസപ്പെടുന്നു. യാത്രക്കാർ, വിദ്യാർത്ഥികൾ മഴക്കാലമായാൽ ഏറെ ബുദ്ധിമുട്ടുന്നു. വെള്ളക്കെട്ടിലെ മലിനജലം മുട്ടുങ്ങൽ കുളത്തെ നശിപ്പിക്കുന്നു. ഈ കുളത്തിലെ വെള്ളം കുടിവെള്ളമായും ഉപയോഗിക്കാറുണ്ട്. 2 വീടുകൾക്ക് വെള്ളക്കെട്ട് ഭീഷണി ഉയർത്തുന്നു. പാടത്തുനിന്ന് പറമ്പിലേക്ക് കയറുന്ന സ്റ്റെപ്പ്, മതിൽ എന്നിവയും വെള്ളക്കെട്ടിനാൽ തകർന്നു. മാസങ്ങൾക്ക് മുമ്പ് അധികൃതരോട് വിഷയം അവതരിപ്പിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗ്രാമസഭയിൽ വെള്ളക്കെട്ട് പ്രശ്നം അവതരിപ്പിക്കുകയും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തുവെന്ന് നാട്ടുകാരും ചൂണ്ടിക്കാണിച്ചു. വെള്ളം ഒഴുക്കിവിടാൻ ഡ്രെയിനേജ് നിർമ്മിക്കാനാവശ്യമായ സ്ഥലം പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്തു നൽകണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. എന്നാൽ പൈപ്പ് ഉപയോഗിച്ച് വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. 2 വീടുകൾക്ക് ഗുരുതരമായ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. കൂടാതെ ഭൂമി മതിലിടിച്ചിൽ, കുളം ചീത്തയാവുന്നതടക്കമുള്ള കുടിവെള്ള പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരമുണ്ടാവണമെന്നാണ് ചീക്കപ്പള്ളിയിലെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ഇവിടെ വെള്ളം 2 ഭാഗത്തുനിന്നും വെള്ളം വന്നിട്ട് ഇവിടെ കെട്ടി നിൽക്കുക. ഇതിലെ എല്ലാം ഇങ്ങോട്ട് ഒലിച്ചു പോവുക. താഴ്ന്ന ഭൂമി ആയതുകൊണ്ട് ഒലിച്ചു പോവുക. അപ്പോൾ ഇതിലെ 10-25 വീട്ടുകാർ ഞങ്ങളിവിടെ അയൽവാസികളായിട്ട് തന്നെ ഉണ്ട്. എല്ലാവരുടെയും ഒരു പ്രധാന വഴിയാണിത്. ഇതിലെ കൂടിയാണ് ഇവിടെ വെള്ളം കെട്ടി നിന്നിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാകുന്നത്. അത് ഇതിലെ പോയിട്ട് ഞങ്ങളുടെ കുടിവെള്ളം, പ്രധാനമായിട്ട് ഞങ്ങൾ കുടിവെള്ളം, ഇവിടെ ഒരു കുളമാണ്. ആ കുളത്തിലേക്കാണ് ഇത് ഒന്നായിട്ട് ചാടിപ്പോകുന്നത്. ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എന്താകാൻ കഴിയുന്നില്ല, വെള്ളം എടുക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ കഴിയുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ട വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒലിച്ചു പോയിട്ട് അവിടെ മതിലുകളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇത് മതിലുകൾ ഇനി വീടിനും ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ ഭാഗത്ത് ഈ വീടിൻ്റെ ചേരയാണ് ഫുള്ളായിട്ട് വെള്ളം ഒലിച്ചു പോകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താകും, ഇതും ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ അധികാരികളെ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്, നമ്മുടെ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്താലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സംഭവം പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് പോയതാണ്. പക്ഷേ ഒരുപാട് പേര് ഇതിൻ്റെ ആൾക്കാരെല്ലാം ഇത് കണ്ടുപോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവർ വേണ്ടപ്പെട്ട ഇതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ല. പിന്നെ കൂടുതൽ ഞാൻ ഇതിന് പ്രസ് ചെയ്ത് പറയാത്തത് കൊണ്ട് ഇതിപ്പോൾ നമ്മുടെ സ്വന്തം ഭൂമി സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി ആയിരിക്കോ എന്ന് തെറ്റിദ്ധാരണയും കൂടി ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മറ്റുള്ള നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അവതരിപ്പിച്ചിട്ട് അതുപോലെ ജനങ്ങൾ അതുകൊണ്ടൊക്കെ പറയലാണ് സാധാരണ ചെയ്യൽ. എന്തായാലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ പ്രാവശ്യവും ഇനിയിപ്പം 5 വർഷം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുവാണ്, ഇപ്പം ആൾക്കാർ വരലുണ്ട്, എന്താ ഏതാ ഇങ്ങനെ നിങ്ങൾ എന്താകില്ല എന്ന് ചോദിക്കാനും നിൽക്കുകയാണ്. പക്ഷെ അതെല്ലാം ഇതിന് പരിഹാരം കാണുക. ഇനിയിപ്പോൾ പഞ്ചായത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന് കാര്യപ്പെട്ട ആരെങ്കിലും ഇതിന് മുൻപന്തിയിൽ നിന്നാൽ ഇവിടുത്തെ അയൽവാസികൾ തന്നെ ഇതിന് വേണ്ടപ്പെട്ട എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ. അതൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. അതിന് വരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെന്താക്കിയിട്ടില്ല, ഇവിടെ വന്ന് അതിൻ്റെ ഒരു രൂപം കണ്ടിട്ടില്ല. അതൊക്കെയാണല്ലോ ഒരു നാട്ടിൽ നല്ലൊരു കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ജനങ്ങൾ ബുദ്ധിമുട്ടാവുമ്പം അതിനെ കൂടെ നിൽക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ പലതും പേര് കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യല്ലല്ലോ നമ്മൾ വേണ്ടത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം.